എൻ്റെ പേര് ഡെൽന മാത്യു. പാലാ രൂപതയിലെ മൂന്നലും ഇടയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഏപ്രിൽ 22-നാണ്. ഞങ്ങൾ ഒത്തിരി കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ട്, ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരണമെന്ന്, പക്ഷെ നടന്നിട്ടില്ലായിരുന്നു. ഒരിക്കൽ എൻ്റെ അമ്മയുടെ പേരിൽ അമ്മയുടെ അഡ്രസ്സ് വെച്ച് ഒരു പോസ്റ്റ് വന്നു. എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങൾ തുറന്നു നോക്കിയപ്പം ഒരു കൃപാസനം പത്രം. ഞങ്ങൾ അന്ന് തീരുമാനിച്ച് ഉറപ്പായിട്ട് ഞങ്ങൾ ഇനി എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന്. എങ്ങനെ അത് വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒരു അഡ്രസ്സും തെറ്റാണ്ട് അമ്മയുടെ അഡ്രസ്സിൽ വീട്ടിലോട്ട് വന്നു. ഞങ്ങൾ തുറന്നു നോക്കി പത്രമാണെന്ന് കാണുന്നത്. ഞങ്ങൾ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു 2023 ഏപ്രിൽ 22-ന്. ഞാൻ വന്നപ്പോൾ ഉടമ്പടിക്ക് വെച്ച നിയോഗങ്ങൾ പ്രധാനപ്പെട്ടത് എൻ്റെ ജർമ്മൻ പഠിത്തത്തിൻ്റെ കാര്യമായിരുന്നു, B2-ൻ്റെ കാര്യം. നല്ല പാടായിരുന്നു പഠിക്കാൻ. ഞാനത് പ്രത്യേകം നിയോഗം വെച്ചു. പഠിത്തം കഴിഞ്ഞ് ഇറങ്ങി ഉടനെ തന്നെ എക്സാമിന് ഡേറ്റ് കിട്ടി. പക്ഷേ ഫുൾ മൊഡ്യൂളിന് കിട്ടിയില്ല. എല്ലാം എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന മൊഡ്യൂൾ വൈസ് ആയിരുന്നു. ആദ്യം പോയി എഴുതി, അത് ഒരെണ്ണം കിട്ടി, മൊഡ്യൂൾ വൈസ് അത് കിട്ടി. പിന്നെ ഡേറ്റ് മാസങ്ങൾ നോക്കിയിട്ട് മെയ് മാസം ഞാൻ എഴുതിയതാണ്. പിന്നെ എനിക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളൊന്നും ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു, ഒരുങ്ങി. പക്ഷേ ഓഗസ്റ്റ് 29-ാം തീയതി ഒരു ഡേറ്റ് കിട്ടി. അത് ഒത്തിരി പേര് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടി എടുത്തതാണ്. പക്ഷേ അത് കബളിപ്പിക്കപ്പെട്ടു. കാരണം അത് നിങ്ങളറിയാൻ ഒത്തിരി വാർത്തയൊക്കെ വന്നത്, അത് ഒരു 5-6 കോടിയൊക്കെ ആയിട്ട് ആൾക്കാർ നമ്മളെ കോയമ്പത്തൂരും ചെന്നൈയൊക്കെ എക്സാമിന് ഡേറ്റ് എടുത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എടുപ്പിച്ചതാണ്. ഞങ്ങൾ കൊടുത്ത ഏജൻറ്റ് ഞങ്ങൾക്ക് അറിയാവുന്ന ആളായിരുന്നു. പക്ഷേ അവർ കൊടുത്ത ആൾ അവരെ കബളിപ്പിച്ചു. അങ്ങനെ ഒത്തിരി പൈസ ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവരുടെ കൂട്ടത്തിൽ പോയി. പക്ഷേ എനിക്ക് മാതാവ് സഹായിച്ചതിൻ്റെ പകുതി തിരിച്ച് കിട്ടി. പിന്നെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരുങ്ങി. 2 ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായിട്ട് കുമ്പസാരിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. കുടുംബ പ്രാർത്ഥനയൊക്കെ മുടങ്ങാതെ ചൊല്ലി മാതാവിനോട് കൂടുതൽ അടുത്തു. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. മാതാവ് ഞങ്ങൾക്ക് നവംബർ മാസത്തിൽ എക്സാം എഴുതാൻ ഡേറ്റ് തന്നു, ഹൈദരാബാദ്. അതും മൊഡ്യൂൾ വൈസ് ആയിരുന്നു. ഞങ്ങൾ പോയി എഴുതി, കിട്ടി. പിന്നെ ബാക്കിയുള്ള മൊഡ്യൂൾ വൈസിന് വേണ്ടി ഒത്തിരി പാടായിരുന്നു. നിങ്ങൾക്കറിയാം, ജർമ്മൻ എക്സാം ഡേറ്റ് കിട്ടാന്നുള്ള ഭയങ്കര ടഫാണ്. ഈ OET IELTS ഒക്കെ പോയി നമുക്ക് പെട്ടെന്ന് ഡേറ്റ് കിട്ടില്ല. ഡേറ്റ് എടുക്കാന്നുള്ളതിന് ഏറ്റവും വലിയ പാട്. പിന്നെ അങ്ങനെ ഡേറ്റ് കിട്ടി. ഞങ്ങൾ പോയി എഴുതി. ബാംഗ്ലൂർ പോയി എഴുതാനായിട്ട് ഞങ്ങൾക്ക് ഏപ്രിൽ 29-നായിരുന്നു എക്സാം പറഞ്ഞിരുന്നത്, ഏപ്രിൽ 30-ാം തീയതി. അപ്പം ഞങ്ങൾ ഏപ്രിൽ 29-ന് ഇവിടുന്ന് ഉച്ചയായപ്പം ബാംഗ്ലൂർ ബസ്സിൽ കയറി. ഞങ്ങൾ പോയി. ഞങ്ങളോട് പറഞ്ഞ സമയം രാവിലെ 10 മണിക്കാണ് എക്സാം പറഞ്ഞിരുന്നത്. ഈ ബസ് ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ചെല്ലുമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ അതുകൊണ്ട് തലേദിവസം കയറി ഒരു പകുതി വഴിയൊക്കെ എത്തിയപ്പോൾ കോഴിക്കോടൊക്കെ ആ ഭാഗം എത്തിയപ്പം ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു കാരണവശാലും 6 മണി 7 മണിയൊക്കെ എത്തൂല്ല ബസ്, കാരണം ഭയങ്കര ട്രാഫിക്കായിരുന്നു. ആംബുലൻസും ബ്ലോക്കൊക്കെ ആയിട്ട് ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഞങ്ങളങ്ങനെ 10-11 ആകുമ്പോഴേ ബാംഗ്ലൂർ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്താൻ പറ്റുള്ളൂ. കാരണം അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ട്രാവൽ ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ 2 ഡേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഡേറ്റ് കിട്ടാൻ പാടായതുകൊണ്ട് മാതാവ് സഹായിച്ച് എനിക്ക് 2 ഒരുമിച്ച് ഡേറ്റ് കിട്ടി. ഒന്ന് ബാംഗ്ലൂരും ഒന്ന് കൊച്ചി. ഞങ്ങൾ 2 പോയി എഴുതി. ബാംഗ്ലൂർ പോയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പം ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ച്, മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച്, ജപമാലകളൊക്കെ ചൊല്ലി. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞങ്ങൾ ഡ്രൈവറിനോടും കണ്ടക്ടറോടും പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് എക്സാം ഉള്ളതാണെന്നൊക്കെ പറഞ്ഞു ചെന്ന്. അപ്പം ഞങ്ങൾ എങ്ങനെ എത്തിയെന്ന് അറിയത്തില്ല. 8 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 9:30 ആയിരുന്നു. ഞങ്ങൾ 8:30 ആയപ്പോൾ അവിടെ ചെന്നു. പിന്നെ അവിടെ നിന്നുള്ള വഴി ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ബാംഗ്ലൂർ ഇങ്ങനെ പോയിട്ടില്ലാത്തതുകൊണ്ട് അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞ് എങ്ങനെ അവിടെ ചെല്ലുമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു ചേട്ടായി ഞങ്ങൾ കാര്യം പറഞ്ഞപ്പം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ കയറ്റിവിടാമെന്നും പറഞ്ഞ്. ഞങ്ങൾക്ക് അറിയത്തില്ല ആരാ എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ചുമ്മാ സംസാരിച്ചപ്പോൾ കാര്യം പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങളെ കയറ്റിവിടാം. അങ്ങനെ ഞങ്ങൾ 8 മണിയാകുമ്പോൾ ചെന്ന് ഇറങ്ങി. പിന്നെ ഒരു 1/4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. 8:45 കറക്റ്റ് ഞങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന 1/2 മണിക്കൂർ മുമ്പ് അവിടെ ചെന്നു. എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റി. ആ എക്സാം എഴുതി 2 ദിവസം അതിന് റിസൾട്ടും വന്നു, അതും പാസ്സായി. പിന്നെ കൊച്ചിയിൽ എഴുതിയ റിസൾട്ടും 1 മാസം കഴിഞ്ഞ് വന്നു, അതും പാസ്സായി. അങ്ങനെ എല്ലാ മൊഡ്യൂളുകളും കിട്ടി. എൻ്റെ കൂട്ടത്തിലുള്ള ഒത്തിരി പേർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവർക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് എക്സാം ഡേറ്റ് എടുത്ത് എക്സാം എഴുതി കിട്ടുക എന്നുള്ളത്. പിന്നെ അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യം, അത് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ലാഗാണ്. എല്ലാവരും പറഞ്ഞു കൊടുക്കണ്ട. അതൊരു അച്ഛൻ്റെ നേതൃത്വമുള്ളതായിരുന്നു. അപ്പം നമുക്ക് വിശ്വസിച്ച് കൊടുക്കാമെന്നുള്ളതാണ്. ഞാൻ കൊടുത്തു. ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ച് കൊടുത്തു. എൻ്റെ കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ മാത്രം പെട്ടെന്നായിരുന്നു. കാരണം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ലാഗ് അടിച്ചെങ്കിലും ഞാൻ കൊണ്ട് കൊടുത്തു. പെട്ടെന്ന് ഇൻ്റർവ്യൂ വന്നു. അതും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എനിക്ക് അവിടെ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് വന്നത്. കാരണം അത് എല്ലാവർക്കും കിട്ടുന്നതല്ല.
പക്ഷെ എനിക്കത് വന്നു. നാളെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയാൻ പെട്ടെന്ന് വന്നത്. ഞാൻ അറ്റൻഡ് ചെയ്തു. എല്ലാവരും അന്വേഷിച്ചപ്പം അറ്റൻഡ് ചെയ്തവരോട് ചോദിച്ചപ്പോൾ അത് അരമണിക്കൂറുള്ള ഇൻ്റർവ്യൂ ആണ്. അവരൊരു കാര്യം ചോദിച്ചാൽ അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലാഗായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ എബിലിറ്റി നോക്കിയാണ് അവരെടുക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ ഒരു പേടി, കാരണം അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. എനിക്ക് സ്പീക്കിംഗ് അത് കുറച്ച് പാടായിരുന്നു. ഞാനത് മാതാവിന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്ത് കുറച്ച് കഴിച്ചു. എണ്ണ തൂത്ത് മാതാവിന് കാശുരൂപം കൈമുഷ്ടിക്ക് അത് ചുരുട്ടി പിടിച്ചു ശക്തമായി പിടിച്ചാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞങ്ങൾ 10 പേര് അറ്റൻഡ് ചെയ്തതിൽ എനിക്ക് 6 പേർക്കും കിട്ടി. ഒത്തിരി സന്തോഷമായി. കാരണം അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു നഴ്സിംഗ് കോളേജിൽ പഠിക്കുക എന്നുള്ളത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല. എനിക്ക് അവിടെ കിട്ടി. കാരണം അവരുടെ ആണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. ഒത്തിരി നമുക്ക് പൈസ ചിലവ് കുറവുണ്ട്. അല്ലാണ്ട് പോവുകയാണെങ്കിൽ ഒത്തിരി പൈസ ചിലവാകും. മാതാവിന് ആദ്യം തന്നെ അതിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ അടുത്ത ആഴ്ച ജർമ്മനിക്ക് പോവുകയാണ് പഠിക്കാൻ. പിന്നെ വെച്ചിരുന്നൊരു കാര്യം തന്നെ, എനിക്കൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു റൈറ്റ് ഓവറിയിൽ. അത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ചിലപ്പോൾ അത് പോകാം, അല്ലെങ്കിൽ അത് വളർന്നാൽ ഭയങ്കര അപകടമാണെന്ന് പറഞ്ഞു. അത് ഉടമ്പടി വെച്ചിരുന്നു. ഞങ്ങൾ ആദ്യത്തെ സ്കാനിങ്ങിലാണ് സിസ്റ്റ് കണ്ടത്. രണ്ടാമത് 3 മാസം കഴിഞ്ഞ് ഒന്നും കൂടെ സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ സിസ്റ്റ് അവിടെ ഇല്ല എന്നാണ് പറയുക. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാനവിടെ എന്നും പ്രാർത്ഥിക്കുമ്പം വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു, വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എൻ്റെ അനിയത്തിയുടെ കാര്യം, അവൾ പഠിക്കാൻ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആൾക്ക് ഭയങ്കര ടെൻഷനും, പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. ഒത്തിരി പഠിക്കാൻ ശ്രമിക്കാമെന്ന്, പക്ഷേ എപ്പോഴും മറന്നു പോകും പഠിക്കുന്ന കാര്യങ്ങളെല്ലാം. ആൾ 10ലായിരുന്നു. ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, അവൾ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവൾക്ക് ഇപ്പം മാതാവെന്ന് വെച്ച ജീവനാണ്. കാരണം അവൾ ഒത്തിരി കഷ്ടപ്പെട്ട് വെച്ച് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നത് കൊണ്ട് ആൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ പരീക്ഷ എഴുതി. അവൾക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരുന്നു. ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അറിയായിരുന്നു മാതാവ് കൊടുത്തതാണ്. കാരണം അവൾക്കിപ്പം ഭയങ്കര വിശ്വാസം, പണ്ടത്തെ പോലെ ഒന്നുമല്ല. ആൾക്ക് വിശ്വാസം കുറച്ച് കുറവുള്ള ആളായിരുന്നു. പക്ഷെ ഇപ്പം ഒത്തിരി പ്രാർത്ഥിക്കും, കൊന്ത് ചൊല്ലും. ആൾ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. ഒത്തിരി നന്ദി അതിന് പറയുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥനയില്ല. ഞങ്ങൾ ഒരിക്കലും ഇപ്പം കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. എന്തൊക്കെ സംഭവിച്ചാലും എത്ര വൈകിയാലും കുടുംബ പ്രാർത്ഥന ഇല്ലാണ്ട് ഞങ്ങൾ കിടന്നുറങ്ങില്ല. പണ്ടൊക്കെ എല്ലാ ദിവസവും കുരിശുവരെയൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ കർണക്കൊന്തയായിരുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും കുരിശുവരില്ലാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ ഒരിക്കലും മുടക്കാറില്ല. പിന്നെ വീട്ടിലെല്ലാവർക്കും, പപ്പയാണെങ്കിലും അനിയത്തിയാണെങ്കിലും, ഇപ്പം ഞാനും അമ്മയാണെങ്കിൽ കുറച്ച് വിശ്വാസമൊക്കെ, കുറച്ചല്ല നന്നായിട്ട് വിശ്വാസമുള്ള ആളൊക്കെ ആയിരുന്നു. പണ്ട് മുതലേ മാതാവിനോട് ഒത്തിരി ഇഷ്ടമുള്ള ആളായിരുന്നു. കൊന്തൊക്കെ ചൊല്ലുന്ന ആളായിരുന്നു. പക്ഷേ ഇടയ്ക്കൊന്ന് കുറഞ്ഞു. പക്ഷേ ഇപ്പം ഞങ്ങളെ വീട്ടിലെ എല്ലാവരും 4 പേരും മാതാവിനോട് എന്നും പ്രാർത്ഥിച്ച് മാതാവിനോട് ഒത്തിരി അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഉടമ്പടി ഞങ്ങളെ ഇപ്പം ഇത്ര അടുപ്പിച്ച് മാതാവിനോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്രം എല്ലാ ഇവിടുന്ന് വാങ്ങിക്കുമ്പം 3 കെട്ട് പത്രം കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകും. അത് കൊടുക്കും. അത് തീർന്നാൽ ഞങ്ങൾ വരും, എന്തെങ്കിലും അടുത്ത 10 കെട്ട് വാങ്ങിക്കും, അത് കൊടുക്കും. പിന്നെ പൊതിച്ചോറ് ഞങ്ങൾ പറ്റുന്ന വിധത്തിലെല്ലാം കൊടുക്കാറുണ്ട്. സാമ്പത്തികമായി പറ്റുന്ന രീതിയിലെല്ലാം സഹായിക്കാറുണ്ട് മറ്റുള്ളവരെ. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു മെരിയൻ സദനം എന്ന് പറഞ്ഞൊരു പാലായിലുണ്ട്. അവിടെ ഞങ്ങൾ പോയി അവരെ സഹായിക്കും. അങ്ങനെ പറ്റുന്ന രീതിയിലെല്ലാം കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ പോലും മാതാവേന്ന് വിളിക്കാൻ പറ്റുന്നുണ്ട്. മാതാവിനുള്ള പരിഹാരം തന്നിട്ടുമുണ്ട്. അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഡെൽന എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ നാടുകളിലെ ഉടമ്പടി സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പ്രകടമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി നിന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങളും നടത്തപ്പെടുന്നതായിട്ട് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാറുണ്ട്. പ്രിയമുള്ളവർ, ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോഴും ഈ കുഞ്ഞും പറയുന്നത് തന്നെയാണ്, തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആഗ്രഹങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് ഉടമ്പടിക്ക് ശേഷം ഒരു വ്യക്തി കൃത്യതയോടുകൂടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. ഈ സഹോദരി പറഞ്ഞു, ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ 11 മണിക്ക് ബസ് എത്തുകയുള്ളൂ എന്ന് പറയുമ്പോഴും ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ പറയുമ്പോഴും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിൽ കൃത്യസമയത്ത് പരീക്ഷ എഴുതുവാനായിട്ട് അവിടെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നൊരനുഭവം പറഞ്ഞു.
വഴിയിലുടനീളം പ്രാർത്ഥനയോടും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന ബോധ്യത്തിലേക്ക് ഈ കുടുംബത്തിന് കടന്നു വരുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഞാൻ കൊടുത്ത ഏജൻസിയിൽ കൊടുത്താൽ ഒത്തിരി ഡിലേ വരുമെന്ന്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. എത്രയും വേഗം കാര്യങ്ങൾ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. അവിടെയും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായിട്ടുള്ള വാത്സല്യവും കരുതലും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തികളുടെയും വാക്കുകളിൽ നിന്ന് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തിലെ പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും.